നമസ്കാരം. ചരക്കു സേവന നികുതി കേന്ദ്ര സർക്കാർ കുത്തനെ കുറയ്ക്കുമോ? സാധാരണക്കാർക്ക് ആശ്വാസമാകും വിധം ഉൽപ്പന്നങ്ങളുടെ വില എത്രമാത്രം കുറയും? ഈ ദിവസങ്ങളിൽ ജനങ്ങളുടെ ചോദ്യം ഇതാണ്. GST കൗൺസിൽ യോഗം ചേരുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷ, സംസ്ഥാന സർക്കാരിന് ആശങ്ക. 90% നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുന്നത് കാത്തിരിക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരിലെ നികുതി നഷ്ടം പ്രധാനമാണ്. കേരളത്തിൻ്റെ ഈ ആശങ്ക നേരത്തെ തന്നെ ഡൽഹിയിലെത്തിക്കഴിഞ്ഞു. വില കുറയ്ക്കുന്നത് കൊള്ളാം, സംസ്ഥാനത്തിൻ്റെ വരുമാന നഷ്ടം കേന്ദ്രം നികത്തുമോ? ഇതാണ് ചോദ്യം. തെക്കേ ഇന്ത്യയിൽ നിന്ന് മുഴുവൻ ഉയരുന്ന ചോദ്യം ഇതാണ്. ഇത് മറ്റൊരു നോട്ട് നിരോധനമാകുമെന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന ഇടിഞ്ഞു താഴുമെന്ന് കേരളം വ്യക്തമാക്കുന്നു. GST പരിഷ്കരണം നടപ്പാക്കിയാൽ കാറും TVയും മരുന്നുമെല്ലാം കുറഞ്ഞ വിലയ്ക്ക് വീട്ടിലെത്തും. സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കുറയും. എന്നാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ അന്തമില്ലാത്ത ആക്ഷേപങ്ങളുമായി തുടരും. നോക്കാം പ്രധാന വാർത്തകൾ. നികുതി വരുമാന നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. 3 ദിവസത്തിനുള്ളിൽ ബിസിനസ് രജിസ്ട്രേഷൻ നൽകണമെന്ന നിർദ്ദേശവും GST കൗൺസിൽ ഉയർന്നു. താരിഫിലും തളരാതെ രാജ്യത്തെ സേവന മേഖലയിലെ വളർച്ച 15 വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലെന്ന് HSBC. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെത്തുക $100 ബില്യൺ നിക്ഷേപമെന്ന് സ്വിറ്റ്സർലൻഡ്. വ്യാപാര ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ രാജ്യത്തിലെ കറന്റ് അക്കൗണ്ട് കമ്മി ഉയർത്തുമെന്ന് യൂണിയൻ ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം കമ്മി ഇരട്ടിയാവും. നെൽപ്പുറയും തെങ്ങിൻ പൂക്കലയും ഇല്ലാതെ മലയാളികൾക്ക് എന്തോണമല്ലേ? എന്തായാലും തെങ്ങിൻ പൂക്കലയുടെ വിപണി സാധ്യത മനസ്സിലാക്കി ഇത്തവണ തെങ്ങിൻ പൂക്കലയും വിപണിയിലെത്തിയിരിക്കുകയാണ്. ഓണവിപണിയെ ആകർഷകമാക്കാൻ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ. ഇത്തവണ ഓണത്തിന് തെങ്ങിൻ പൂക്കുല ശ്രദ്ധയാകർഷിക്കുന്നു. വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 409 പോയിന്റ് ഉയർന്ന് 80,567-ലും നിഫ്റ്റി 135 പോയിന്റ് ഉയർന്ന് 24,715-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ടാറ്റ സ്റ്റീൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ITC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ട്രെൻഡ് എന്നിവ നേട്ടമുണ്ടാക്കിയപ്പോൾ ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, TCS, അദാനി പോർട്സ്, ഭാരതി എയർടെൽ എന്നിവ നഷ്ടത്തിൽ അവസാനിച്ചു. സെക്ടർ സൂചികളിൽ മീഡിയ, IT എന്നിവ ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. BSE മിഡ് ക്യാപ് സൂചിക 0.63%, സ്മോൾ ക്യാപ് സൂചിക 0.90% ഉയർന്നു. രാജ്യത്ത് 3 ദിവസത്തിനുള്ളിൽ ബിസിനസ് രജിസ്ട്രേഷൻ നൽകണമെന്ന നിർദ്ദേശവുമായി GST കൗൺസിൽ. സംസ്ഥാനങ്ങൾക്ക് ഹ്രസ്വകാല നഷ്ടപരിഹാര സംവിധാനവും പരിഗണനയിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ബിസിനസ് രജിസ്ട്രേഷൻ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താനാണ് GST കൗൺസിൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച ആരംഭിച്ച 56ാമത് GST കൗൺസിൽ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. അപകട സാധ്യതയില്ലാത്ത ബിസിനസ്സുകൾക്കായിരിക്കും 3 ദിവസത്തിനകം രജിസ്ട്രേഷൻ. വിഷയത്തിൽ അന്തിമ തീരുമാനം വ്യാഴാഴ്ച അറിയാൻ സാധിക്കും. ഇൻവെർട്ടഡ് ഡ്യൂട്ടി ഘടനയിലെ അപാകത പരിഹരിക്കുന്ന കാര്യത്തിലും കൗൺസിൽ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇതുപ്രകാരം ഫാർമ, ടെക്സ്റ്റൈൽസ്, കെമിക്കൽ, വളം, വ്യവസായ മേഖലകളിലെ നികുതി റീഫണ്ടിംഗ് ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കും. ഇൻഷുറൻസ് പ്രീമിയം നിരക്കിൽ മാറ്റം വരും. പുതിയ നിരക്കിന്റെ വിജ്ഞാപനം ഈ മാസം അവസാനത്തോടെ ഉണ്ടാവും. ഓട്ടോമാറ്റിക് റിട്ടേൺ ഫയലിംഗ് കൊണ്ടുവരാനുള്ള ശുപാർശയും GST കൗൺസിൽ നൽകിയിട്ടുണ്ട്. അതേസമയം GST ഘടന 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളാക്കാനുള്ള നിർദ്ദേശമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പുതിയ സ്ലാബ് വരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, ഇലക്ട്രോണിക്സ്, കാർഷിക ഉപകരണങ്ങൾ, ഇൻഷുറൻസ്, വിദ്യാഭ്യാസ സേവനങ്ങൾ എന്നിവയുടെ വില കുറയും. ഏകദേശം 175 വസ്തുക്കളുടെ നിരക്കിലാണ് കുറവുണ്ടാവുക. അതേസമയം EV വാഹനങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ 40% സ്ലാബിലേക്ക് വരാനും സാധ്യതയുണ്ട്. യോഗത്തിൽ വരുമാന സംരക്ഷണവും ഉപഭോക്തൃ സുരക്ഷയും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായി ഹ്രസ്വകാല നഷ്ടപരിഹാര സംവിധാനവും GST കൗൺസിൽ ചർച്ച ചെയ്തു. എന്നാൽ നഷ്ടപരിഹാര സെസ് ഘടന നീട്ടാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. താരിഫ് അനിശ്ചിതത്വം രാജ്യത്തെ സ്വകാര്യ നിക്ഷേപത്തെയും തൊഴിൽ സാധ്യതകളെയും ബാധിച്ച സാഹചര്യത്തിൽ
ഉപഭോഗം വർദ്ധിപ്പിച്ച് വളർച്ചയെ പിന്താങ്ങുകയെന്ന ലക്ഷ്യത്തോടെയായിരിക്കും GST കൗൺസിലിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. ചെലവ് കുറയ്ക്കുക, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് കൗൺസിലിന് മുന്നിലുള്ളത്. ഇതിനായി കൃഷി, തുണിത്തരങ്ങൾ, രാസവളങ്ങൾ, നിർമ്മാണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം, കരകൗശല വസ്തുക്കൾ, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിയേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫിലും തളരാതെ രാജ്യത്തെ സേവന മേഖലയിലെ വളർച്ച 15 വർഷത്തിനിടയിലെ ഉയർന്ന നിലയിൽ എന്നാണ് HSBCയുടെ കണ്ടെത്തൽ. കരുത്തായത് പുതിയ ഓർഡറുകളും അന്താരാഷ്ട്ര ആവശ്യകതയിലെ കുതിപ്പുമാണ്. HSBC ഇന്ത്യ സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഓഗസ്റ്റിൽ 62.9 എന്ന നിലവാരത്തിലെത്തി. ജൂലൈയിൽ 60.5 ആയിരുന്നു PMI. ഇതിൽ നിന്നാണ് കുത്തനെയുള്ള മുന്നേറ്റം. ഈ കാലയളവിൽ പുതിയ ബിസിനസ്സുകളുടെ വരവിൽ ഏറ്റവും വേഗത്തിലുള്ള വളർച്ചയാണ് ഉണ്ടായത്. ഓഗസ്റ്റിൽ കൂടുതൽ പുതിയ ഓർഡറുകൾ ലഭിച്ചു. തുടർച്ചയായി 69ാമത്തെ മാസവും സേവന മേഖലയിൽ ഉയർച്ച രേഖപ്പെടുത്താൻ ഇത് കാരണമായി. അനുകൂലമായ അടിസ്ഥാന ഡിമാൻഡും മികച്ച പരസ്യങ്ങളും വിൽപ്പന വർദ്ധിപ്പിച്ചു. കമ്പനികൾക്ക് സ്ഥിരം ഉപഭോക്താക്കളിൽ നിന്ന് ആവർത്തിച്ച ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഇത് സുസ്ഥിരമായ വളർച്ചയ്ക്ക് കാരണമാവുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യൻ സേവനദാതാക്കൾ ശക്തമായ ആഭ്യന്തര ഡിമാൻഡിന്റെ നേട്ടങ്ങൾ തുടർന്നും കൈവരിക്കുമെന്നും S&P ഗ്ലോബൽ മാർക്കറ്റും വ്യക്തമാക്കി. അതേസമയം സർവേയിൽ പങ്കെടുത്ത 37% സേവനദാതാക്കളും വളർച്ച റിപ്പോർട്ട് ചെയ്തു. 11% പേർ മാത്രമാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വരും. ഇന്ത്യയിലെത്തുക $100 ബില്യൺ നിക്ഷേപമെന്ന് സ്വിറ്റ്സർലൻഡ്. ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കൂട്ടായ്മയിൽ വരുന്നത്. 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ $100 മില്യൺ നിക്ഷേപമാണ് ലക്ഷ്യം. തുടർന്ന് അടുത്ത 5 വർഷത്തിനകം മറ്റൊരു $50 ബില്യൺ കൂടി നിക്ഷേപിക്കും. ഈ നിക്ഷേപം ഇന്ത്യയിൽ 1 ദശലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സ്വിറ്റ്സർലൻഡ് വ്യക്തമാക്കി. പകരമായി സ്വിസ് വാച്ചുകൾ, ചോക്ലേറ്റുകൾ, വജ്രങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കും. ചില ഉൽപ്പന്നങ്ങൾക്ക് തീരുവ രഹിതമായും ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഔഷധങ്ങൾ, യന്ത്രങ്ങൾ, ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ, വാച്ചുകൾ, സംസ്കരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയും കയറ്റുമതി ചെയ്യും. സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലീൻ എനർജി, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലും രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാപാര ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ രാജ്യത്തെ കറന്റ് അക്കൗണ്ട് കമ്മി ഉയർത്തുമെന്ന് യൂണിയൻ ബാങ്ക്. നടപ്പ് സാമ്പത്തിക വർഷം കമ്മി ഇരട്ടിയാവും. ആഭ്യന്തര വളർച്ച ഇടിയാൻ സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഒരു രാജ്യം കയറ്റുമതിയിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിക്കായി ചെലവഴിക്കുമ്പോഴാണ് കറന്റ് അക്കൗണ്ട് കമ്മി സംഭവിക്കുന്നത്. ഇതാണ് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത്. US-ന്റെ താരിഫും യുദ്ധമടക്കമുള്ള പ്രതിസന്ധികളുമാണ് ഇതിന് കാരണമെന്നാണ് യൂണിയൻ ബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. നിലവിലെ കറന്റ് അക്കൗണ്ട് കമ്മി 0.6%. ഇത് 1.2% ഉയരും. വ്യാപാര കമ്മി ജൂലൈയിൽ $27.35 ബില്യൺ വർദ്ധിച്ചിരുന്നു. ജൂണിലെ $18.7 ബില്യൺ നിന്നാണ് ഈ കുത്തനെയുള്ള മുന്നേറ്റം. സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ കറന്റ് അക്കൗണ്ട് കമ്മി കൂടുമെന്നതിന്റെ സൂചനയാണിതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം സ്ഥിരമായ ഉയർന്ന കറന്റ് അക്കൗണ്ട് കമ്മി ഉൽപാദന മേഖലയെ ബാധിക്കുകയും ഈ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമാകുകയും ചെയ്യുമെന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, രാസവസ്തുക്കൾ, ചെമ്മീൻ എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ആഘാതമുണ്ടാകും. രൂപയുടെ മൂല്യത്തകർച്ച, വിദേശ കടം വർദ്ധിപ്പിക്കുക, ഇന്ധന പണപ്പെരുപ്പം, നിക്ഷേപങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കുക തുടങ്ങി നിരവധി പ്രത്യാഘാതങ്ങൾ ഇതുവഴി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുമെന്നും റിപ്പോർട്ട് വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തിൻ്റെ ഷിപ്പിംഗ് മേഖലയ്ക്ക് ഇനി വികസന വസന്തമാണ്. ആഗോള കപ്പൽ ഭീമൻ ഇന്ത്യൻ നിർമ്മിത കപ്പലുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസുഗോൺ ഡോക്ക് കമ്പനികളുമായി ചർച്ച നടത്തി ജപ്പാന്റെ മിറ്റ്സൂയി. നിക്ഷേപക റഡാറിലേക്ക് ഷിപ്പിംഗ് ഓഹരികൾ. ഉൽപ്പന്ന വൈദഗ്ധ്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിന്റെ സൂചനയായാണ് ജപ്പാൻ കമ്പനിയുടെ സഹകരണ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ നിർമ്മിത കപ്പലുകൾ വാങ്ങാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ചർച്ച ധാരണയിലേക്ക് എത്തിയാൽ ആഗോള കപ്പൽ ഭീമൻ മീഡിയം റേഞ്ച് കാരിയറുകളും കണ്ടെയ്നർ ഷിപ്പുകളും കാർഗോ കപ്പലുകളും കൊച്ചിയിലടക്കം ഇനി നിർമ്മിക്കും. 10,000 കോടിയുടെ നിക്ഷേപം രാജ്യത്തിന്റെ കപ്പൽ നിർമ്മാണ മേഖലയെ സമ്പന്നമാക്കും. 1000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കപ്പൽ വിൽപ്പനയിലെ വമ്പനായ മിറ്റ്സുമായി സഹകരിക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ പ്രാധാന്യം എടുത്തുകാട്ടും.
കയറ്റുമതി അവസരങ്ങൾ വർദ്ധിക്കുന്നതിനും സാങ്കേതിക കൈമാറ്റത്തിനും നൈപുണ്യ വികസനത്തിനും ഈ നീക്കം കരുത്താവും. സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾക്കും ഇത് ഉത്തേജനം നൽകുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസ്ഗോൺ ഡോക്ക് കമ്പനികൾ ഇക്കാലം അത്രയും പ്രതിരോധ കപ്പലുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ജപ്പാൻ കമ്പനിയുമായുള്ള സഹകരണത്തോടെ വാണിജ്യ കപ്പൽ നിർമ്മാണത്തിനും പുതിയ വഴികൾ തുറക്കും. മത്സരക്ഷമത കൂടുമ്പോൾ ലാഭകരമായ കപ്പൽ നിർമ്മാണം സാധ്യമാകുമെന്ന് MOL സൗത്ത് ഏഷ്യൻ ആൻഡ് മിഡിൽ ഈസ്റ്റ് റീജിയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ ജയരാമനും വ്യക്തമാക്കി. അതേസമയം കപ്പൽ നിർമ്മാണ രംഗത്ത് വമ്പൻ ശക്തിയാകാൻ കൊതിക്കുന്ന ഇന്ത്യയുമായി സഹകരിക്കാൻ ഊഴം കാത്ത് വമ്പന്മാരുടെ നിര തന്നെയാണുള്ളത്. ദക്ഷിണ കൊറിയൻ കമ്പനികളായ ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ്, ഹാൻവ കമ്പനികൾ അധികൃതരുമായി ചർച്ചകൾ തുടരുകയാണ്. വമ്പൻ കപ്പലുകൾ നിർമ്മിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ കമ്പനികൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ വൻകിട സമുദ്ര വാണിജ്യ സ്ഥാപനങ്ങളെ ആകർഷിക്കണമെങ്കിൽ ആഗോള നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ വേണം. ഇതിനു വലിയ നിക്ഷേപവും ആവശ്യമാണ്. അതിനാലാണ് അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ കമ്പനികളുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക കപ്പൽ നിർമ്മാണ വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 1% താഴെയാണ്. ഇത് വരും വർഷങ്ങളിൽ മുന്നേറ്റ പാതയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. പുതിയ റിപ്പോർട്ട് വന്നതോടെ കപ്പൽ നിർമ്മാണ കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപ ശ്രദ്ധയിലേക്ക് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഓഹരികളിൽ വാർത്തയുടെ പ്രതിഫലനമുണ്ടാവുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.